രാജ്യം ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഇതാ നോക്കൂ, 296 സീറ്റുമായി NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. പക്ഷേ BJPക്ക് ഇപ്പോൾ 243 സീറ്റുകളിലാണ് മേൽക്കൈയുള്ളത്. കേവല ഭൂരിപക്ഷത്തെക്കാൾ 29 സീറ്റ് കുറവാണ് അത്. ഇന്ത്യ മുന്നണിക്ക് 230 സീറ്റുകളുണ്ട്. കോൺഗ്രസ് 99 സീറ്റിൽ എത്തി നിൽക്കുന്നു. ഇനി എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് കണ്ണും കാതും. ഒരു ദേശീയ അപ്ഡേറ്റ്, വളരെ രസകരമായ അപ്ഡേറ്റ് തരാം. കന്യാകുമാരിയിൽ 2 ദിവസം പോയി ധ്യാനമിരുന്ന കന്യാകുമാരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയകുമാർ വസന്ത് 1,37,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. എന്തായി ധ്യാനം? ദേവി അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല ധ്യാനം. അവിടെ തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞിരുന്നു. ധ്യാനം മറ്റു പല കാര്യങ്ങളും ഉദ്ദേശിച്ചായിരുന്നു. ധ്യാനിക്കുന്നതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഏതായാലും അവിടെ ഈ കന്യാകുമാരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിലാണ്. നേരത്തെ നമ്മൾ കോയമ്പത്തൂരിന്റെ കാര്യം പറഞ്ഞില്ലേ? കോയമ്പത്തൂരിൽ DMK-യുടെ ഗണപതി രാജ്കുമാർ 36,000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. പക്ഷേ അവിടെ രണ്ടാമത് K. അണ്ണാമലയാണ്. 36,101 വോട്ടുകൾക്ക് മാത്രം പുറകിലാണ്. പക്ഷേ ഇവിടെ സ്റ്റാലിൻ ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ. കോയമ്പത്തൂര് CPM-ൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ഡിണ്ടുകൽ കൊടുത്തു. ഡിണ്ടുകൽ എത്ര? 2.5 ലക്ഷം. അതായത് ഭാഷാ സിനിമയിലെ പാട്ട് പോലെ ഇറക്കമുള്ള മനസ്സുകാരനാണ് MK സ്റ്റാലിൻ. അതായത് അത്ര ജനറസ് ആയിട്ട് സഖ്യകക്ഷികളോട് കാര്യങ്ങൾ പറയുകയും അതിനനുസരിച്ച് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത ഇറക്കമുള്ള മനസ്സുകാരനാണ് MK സ്റ്റാലിൻ. പോരടിക്കാൻ തയ്യാറാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടി സ്റ്റാലിൻ നൽകി. സ്റ്റാലിന്റെ ആ പോർവീര്യത്തിന് കൂടി കിട്ടുന്ന അംഗീകാരം. ബിജോയ് ലീഡ് ഉയർത്തുന്നു. 2166. അത് 3400, അത് 3000 കടക്കുന്നു. 3000-ലേക്ക്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ PC തോമസ് പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇതിനകം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1,54,000 ആയിരുന്നു NDA-ക്കെങ്കിൽ ഇത്തവണ തുഷാറിന് 1,59,000. കാസർഗോഡ് നോക്കൂ, 71,638 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. നമ്മുടെ ഗ്രാഫിക്സിൽ അത് ഇപ്പോഴും 50,000. 71,638 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ജയം. വോട്ടെണ്ണി കഴിഞ്ഞോ? മുന്നിൽ ലീഡിംഗ്. ഫൈനൽ ഫിഗർ എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. മലപ്പുറത്ത് 3 ലക്ഷത്തിന് അടുത്തെത്തുന്നു കേട്ടോ. മലപ്പുറത്ത് എല്ലാ റെക്കോർഡും വഴിമാറി. K. കുഞ്ഞാലിക്കുട്ടി ജയിച്ച ഭൂരിപക്ഷത്തിന് അപ്പുറം 2,60,000 കടന്ന് 3 ലക്ഷത്തിലേക്ക്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് K. കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ 2,60,000-ലധികം വോട്ട് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷമെങ്കിൽ E.T. മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് വന്ന് മത്സരിക്കുമ്പോൾ അത് 2,97,000-ആണ്. E.T. മുഹമ്മദ് ബഷീർ ഇപ്പോൾ തീർച്ചയായും ഒരു ക്ഷമാപണം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. 1 ലക്ഷത്തിനപ്പുറത്തേക്ക് മറുപടി ആ ഒരു നിലവാരത്തിലായിരിക്കും ഭൂരിപക്ഷം എന്ന് പറഞ്ഞിരുന്നു. K. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തെ ഒരുപാട് കവച്ചു വെച്ചുകൊണ്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു പക്ഷേ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യ സർക്കാരാണ് വരുന്നതെങ്കിൽ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ആര് പോകും?